എം.കെ. രാഘവനെതിരെ വീണ്ടും പരാതിയുമായി എൽ.ഡി.എഫ്. നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് ആരോപിച്ചാണ് പരാതി. രാഘവൻ പ്രസിഡന്റായ സൊസൈറ്റിയിലെ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് ആരോപണം. സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, എന്താണ് പുതിയ ആക്ഷേപം രാഘവനെതിരെയുള്ള? വീണ്ടും രാഘവൻ കൂടുതൽ കുരുക്കുകളിലേക്ക് പോകുന്നു. ഗൗരവമുള്ള ആരോപണമാണോ? ആ രീതിയിൽ പറയാമോ ഈ പരാതിയെ? രാഘവനെ വിടാതെ പിന്തുടരുകയാണ് LDF എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്നതും അത്തരത്തിലൊരു ഗുരുതരമായ ആരോപണമാണ്. അദ്ദേഹം സമർപ്പിച്ച നാമനിർദ്ദേശക പത്രികയിലെ വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് മറച്ചുവെച്ചു എന്നുള്ളതാണ് LDF ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതിന് അവർ പറയുന്നത് ഇദ്ദേഹം ചെയർമാനായിട്ടുള്ള ഇരിക്കൂറിലെ ഒരു ആഗ്രോ സഹകരണ പ്രൊഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് 29 കോടി രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റവന്യൂ റിക്കവറി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ റവന്യൂ റിക്കവറി നടപടികൾക്ക് 31/3 അതായത് കഴിഞ്ഞ മാസം 31-ാം തീയതി വരെ സ്റ്റേ അനുവദിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഈ സ്റ്റേ വിഡ്രോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ റവന്യൂ റിക്കവറി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിവരം അദ്ദേഹം സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ നിന്നും മറച്ചുവെച്ചു എന്നുള്ളതാണ് LDF ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അയോഗ്യയാക്കണമെന്നും അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശക പത്രിക പിൻവലിക്കണമെന്നുള്ളതാണ് LDF ഇപ്പോൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം. നമ്മൾ LDFിന് വേണ്ടി പരാതി സമർപ്പിച്ചത് DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ഒപ്പം പ്രദീപ് കുമാറിൻ്റെ കമ്മിറ്റിയുടെ കൺവീനറുമായ മുഹമ്മദ് റിയാസാണ്. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, സൂക്ഷ്മ പരിശോധനാ വേളയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരമൊരു ആക്ഷേപം ഉന്നയിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് അവർ പറഞ്ഞ മറുപടി, തങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് അതിനുള്ള മറുപടി ലഭിച്ചത് അതിനുശേഷമായിരുന്നു. അതുകൊണ്ടാണ് അത്ര വൈകിയത്. മാത്രമല്ല, ഇത് UDFിലെ ചില ആളുകൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തങ്ങൾക്ക് ഈ വിവരം അറിയുകയില്ലായിരുന്നു. പക്ഷേ UDFിലെ ചില ആളുകളാണ് ഈ വിവരം ഞങ്ങൾക്ക് കൈമാറിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിനകത്ത് വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിച്ചതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. രഞ്ജിത്ത്, സരോജ്, ഒപ്പം രാഘവനെതിരെ ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പരാതി അത് ശക്തമായി തന്നെ LDF മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇനി എന്ത് നടപടിയാണ് പ്രതീക്ഷിക്കേണ്ടത്? ആ രീതിയിലുള്ള കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ രാഘവനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒളിക്യാമറ വിവാദത്തിൽ ചാനൽ മേധാവികളെ പോലീസ് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ വരുന്ന 2 ദിവസത്തിനുള്ളിൽ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ നേരിട്ട് പോയി അവരുടെ മൊഴി രേഖപ്പെടുത്തുകയോ അതിൻ്റെ ആധികാരികത പരിശോധിക്കാൻ വേണ്ടിയുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങും. ഇതിനിടയിലാണ് മറ്റൊരു പരാതിയുമായി LDF രംഗത്ത് വന്നിരിക്കുന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വിഷയത്തിൽ രാഘവനെ വിടാതെ പിന്തുടരുക എന്ന ഒരു തന്ത്രം തന്നെയാണ് LDF തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പരാതിയിലും വലിയ ഗൗരവവും ആഴമേറിയ കാര്യങ്ങളുമുണ്ട്. കാരണം നാമനിർദ്ദേശ പത്രികയിൽ നിന്നും ഒരു റവന്യൂ റിക്കവറി നേരിടുന്ന വിവരം ഒരു സ്ഥാനാർത്ഥി മറച്ചുവെച്ചു എന്നുള്ളത് വളരെ ഗൗരവകരമായ കുറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതിക്ക് കഴമ്പുണ്ട് എന്ന് വേണം കരുതാൻ. ആ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നതും വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ പരാതിക്കകത്ത് ഉചിതമായ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് LDFിൻ്റെ ആവശ്യം. രഞ്ജിത്ത്, സനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.